നമ്മുടെ സൂരജ് രാവിലെ അറിയിക്കുന്ന ഒരു വാർത്തയാണ്. ഹൈക്കോടതി മാർഗനിർദ്ദേശത്തിന് പിന്നാലെ ഗുരുവായൂരിൽ ശീവേലി എഴുന്നള്ളത്തിനുള്ള ആനകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. 3 ആനകൾക്ക് പകരം 1 ആനയായിരിക്കും ശീവേലിക്ക് ഉണ്ടാവുക. ഹൈക്കോടതി നിർദ്ദേശത്തിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിൽ ആചാര സംരക്ഷണ കൂട്ടായ്മ ഇന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ വിഷയം സംബന്ധിച്ച് ഹൈക്കോടതി നേരത്തെ കർശനമായ നിലപാട് വ്യക്തമാക്കിയതാണ്. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. തൃശ്ശൂരിൽ സൂരജ്, ഗുഡ് മോർണിംഗ്. ഒപ്പം ആനിവേഴ്സറി ആശംസകൾ നേരുന്നു. നമ്മൾ 7ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അതിന്റെ സന്തോഷം ഒരു ഭാഗത്തുണ്ട്. അപ്പോൾ ഈ വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഇതിപ്പോൾ കോടതി ഇത്തരം നിർദ്ദേശം നൽകുമ്പോഴും പ്രതിഷേധവുമായി മറുഭാഗത്ത് ഈ പറയുന്ന ദേവസ്വം ഭാഗങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രജിൻ, ക്രിസ്റ്റിന, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലും ഈ ഹൈക്കോടതി മാർഗനിർദ്ദേശങ്ങളെ തുടർന്ന് എഴുന്നള്ളത്തിലടക്കം മാറ്റങ്ങൾ വരുത്തുന്നു. ആന എഴുന്നള്ളിപ്പ് സംബന്ധിച്ച ഹൈക്കോടതി ഈ ദൂരപരിധി സംബന്ധിച്ചുള്ള ചില മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ ശീവേലി എഴുന്നള്ളിപ്പ് സംബന്ധിച്ചുള്ള മാറ്റത്തിലേക്ക് ഈ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി കടന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഈ ശീവേലി എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത് 3 ആനകളാണ്. ഇനി മുതൽ 1 ആന മാത്രം എഴുന്നള്ളിച്ചാൽ മതി എന്നുള്ളതാണ് നിലവിൽ എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശപ്രകാരം ഈ ദൂരപരിധി തന്നെയാണ് ഇതിൽ തടസ്സമായി വരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ 1 ആനയെ എഴുന്നള്ളിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്. പ്രത്യേകിച്ച് ഗുരുവായൂരിനെ സംബന്ധിച്ച ഈ ഗുരുവായൂരിൽ ഉത്സവകാലമാണിത്. ഏകാദശിയുടെ അടക്കമുള്ള ഉത്സവം നടന്നു വരുന്നു. ഞായറാഴ്ച അഷ്ടമി വിളക്ക് ദിനത്തിൽ ഈ സ്വർണ്ണക്കോലം എഴുന്നള്ളിക്കുന്നത് സാധാരണ 3 ആനപ്പുറത്തായിരുന്നു. അത് ഇക്കുറി 1 ആനപ്പുറത്ത് മാത്രമായിരിക്കും എന്നുള്ളതാണ് ദേവസ്വം തന്നെ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഏകാദശിയുടെ തലേന്ന് ഗുരുവായൂർ കേശവന്റെ അനുസ്മരണവും നടക്കും. അതിൽ ഈ ആനകളെ ഉൾപ്പെടെ പങ്കെടുപ്പിക്കാറുണ്ട്. ഇക്കുറി പക്ഷേ ഈ ആനകളെ ദൂരപരിധി പാലിച്ചുകൊണ്ട് വളരെ ചുരുക്കം ആനകളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അനുസ്മരണം നടത്താനുള്ള തീരുമാനത്തിലേക്കാണ് ദേവസ്വം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറുതലക്കലിൽ ഈ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഇന്നലെ നമ്മൾ ഉത്രാളിക്കാവിലടക്കം പ്രതിഷേധം കണ്ടതാണ്. അതോടൊപ്പം തന്നെ ആറാട്ടുപുഴയിൽ ഈ സമാന്തരമായി ഒരു പൂരം തന്നെ, അതായത് പ്രതീകാത്മക പൂരം തന്നെ നടത്തി പ്രതിഷേധിക്കുന്നു. ഇന്ന് തിരുവമ്പാടിയിലേക്കും പാറമേക്കാവിലേക്കും വന്നു കഴിഞ്ഞാൽ അവിടെ ഈ ആചാര സംരക്ഷണ കൂട്ടായ്മ എന്ന തരത്തിൽ ഒരു കൂട്ടായ്മ ചേർന്നുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇവരെല്ലാവരും മുന്നോട്ട് വെക്കുന്നത് അടിയന്തരമായി തന്നെ ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണം. ഈ ഹൈക്കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ സംബന്ധിച്ചുള്ള വിഷയത്തിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് ഒരു പ്രശ്നപരിഹാരം വേണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. എന്തായാലും ഒരു വശത്ത് പ്രതിഷേധം ശക്തമാകുന്നു, മറുതലക്കലിൽ ദേവസ്വം ബോർഡുകളാകട്ടെ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് ഈ ആന എഴുന്നള്ളിപ്പിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരാനും ശ്രമിക്കുകയാണ്. ക്രിസ്റ്റിന, പ്രജിത്ത്. ശരി, സൂരജ് സജിയാണ് തൃശ്ശൂരിൽ വിവരങ്ങൾ നൽകിയത് അല്ലേ? അപ്പോൾ നമുക്ക് നമ്മുടെ എന്താണ് ടീമിനെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ നമ്മൾ മറന്നുപോകാൻ പാടില്ലാത്തൊരു ടീമാണ് നമ്മുടെ ഓഡിയോ അല്ലേ? നമ്മുടെ ശബ്ദം വ്യക്തതയോടുകൂടി, നമ്മുടെ ശബ്ദം മാത്രമല്ല, ഒരു ലൈവ് നടക്കുമ്പോൾ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കണം. അതിനൊരു മികച്ച ടീം, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും മികച്ച ഓഡിയോ എഞ്ചിനീയേഴ്സ് തന്നെ പറയാം. 24 നമ്മുടെ വിശാലുണ്ട്, അഖിലുണ്ട്, ജിജോ ഉണ്ട്, ജിജനുണ്ട്, രതീഷ് ഉണ്ട്. അങ്ങനെ ഒരു ഗംഭീര ടീം. ഒപ്പം തന്നെ നമ്മളെ കൊണ്ടുവന്ന ഷിബിൻ ഷാ അവിടെ വണ്ടിയിൽ ഇരിപ്പുണ്ട്. എല്ലാ ദിവസവും നമുക്ക് കൃത്യമായി വാഹനം അറേഞ്ച് ചെയ്ത ഷബ്നുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ. അപ്പോ നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് വാർത്തകൾ നിറയുന്നുണ്ട്.